ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത പ്രയാസങ്ങൾ, നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ, അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, തടസ്സങ്ങൾ, ഇവയെല്ലാം നമുക്ക് ദൈവം അനുവദിച്ചു തന്നത് ഇവയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കുകയും പക്വതയാർജിച്ച ഒരു ദൈവിക ജീവിതത്തിന് നാം അർഹരാകുകയും ചെയ്യും. സഹനങ്ങളിൽ കൂടിയല്ലാതെ ആർക്കും വളരാൻ സാധിക്കുകയില്ല. സഹനങ്ങളിൽ കൂടിയല്ലാതെ ആർക്കും ഉയരാൻ സാധിക്കുകയില്ല. അതിനാൽ നിർഭയമായി കർത്താവിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ എപ്പോഴൊക്കെ വന്നാലും അവിടെ ശാന്തമായി നിർഭയമായി കർത്താവിൽ മാത്രം ആശ്രയിക്കുക. വിശ്വസ്തനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അതിനാൽ നമ്മോട് വിശ്വസ്തത കാണിക്കുന്നവൻ നമ്മുടെ കുറവുകളിലും ബലഹീനതകളിൽ പോലും നാം പാപം ചെയ്തു പോയാലും നമ്മോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നെല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, ജോലി മേഖലയിൽ, കുടുംബത്തിൽ എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നിയോഗങ്ങളെ അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 56, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ ദിവസത്തെ അങ്ങ് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി ഈ പുതിയ ദിവസം കാണാൻ അനുവാദം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ജീവിതത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും, ഞങ്ങളെ തന്നെയും, ഞങ്ങളുടെ ഇടപാടുകളെ, ബിസിനസ്സിനെ, ജോലിയെ, ഞങ്ങളുടെ സമ്പത്തിനെ, കുടുംബത്തെ, മക്കളെ, ഞങ്ങളുടെ ആരോഗ്യത്തെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും, അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഞങ്ങൾക്ക് മുൻപിൽ ഉണ്ടായെങ്കിലും ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ പ്രത്യാശ വയ്ക്കും, അങ്ങയിൽ ശരണപ്പെടും. എന്നാൽ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയും നീ കാണുന്നുണ്ട്. ഞങ്ങളുടെ അലച്ചിലുകൾ നീ എണ്ണിയിട്ടുണ്ട്. കർത്താവേ, ഇനി അങ്ങ് എഴുന്നേൽക്കണമേ. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ സുഖപ്പെടുത്താൻ, ഞങ്ങളെ രക്ഷിക്കാൻ അവിടുന്ന് എഴുന്നേൽക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അവിടുന്ന് പ്രവർത്തിക്കണമേ. ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയവും ലാഭവും ഉയർച്ചയും ഐശ്വര്യവും നൽകി ഇന്ന് എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിർഭയരായി ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കും. ഞങ്ങളുടെ വെല്ലുവിളികളെ, പ്രതിസന്ധികളെ കണ്ട് ഭയന്നോടാതെ ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഞങ്ങൾക്കെതിരെ ഒരു സൈന്യം തന്നെ പാളയമടിച്ചാലും, അകാരണമായ ശത്രുക്കൾ ഞങ്ങൾക്കുണ്ടായെങ്കിലും, കർത്താവെ, സകലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടായാലും ഞങ്ങൾ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കും. അവിടുത്തെ മാത്രം ഞങ്ങൾ ശരണം വയ്ക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൽ, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ, നിസ്സഹായാവസ്ഥയിൽ, പാപാവസ്ഥയിൽ പോലും കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ദുരിതവും അവിടുത്തേക്ക് അറിവുള്ളതാണ്. അതിനാൽ ഇന്ന് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീർ കുപ്പിയിലാക്കി ശേഖരിക്കുന്ന ദൈവമേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകാൻ, സമാധാനമുള്ള, സംതൃപ്തിയുള്ള, ഐശ്വര്യമുള്ള, സന്തോഷമുള്ള ഒരു ദിവസമാക്കി മാറ്റണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ കൂടെയിരുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവേ, ഞങ്ങൾ പഠിക്കേണ്ടതായ കാര്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. എല്ലാ കാര്യങ്ങളും അങ്ങയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് കരുണയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കൈപിടിച്ചുയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും നിന്റെ രക്ഷ അനുഭവിക്കുവാൻ, നിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ, നിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം നൽകി, സംരക്ഷണം നൽകി, സന്തോഷം നൽകി, സംതൃപ്തി നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.